നമസ്കാരം. അടുത്ത ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഒരു എപ്പിസോഡിൽ. ഏതെങ്കിലും രാശിയിൽ മൂന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അതിൽ ഏഴാം ഭാവാധിപനും ഉൾപ്പെട്ടാൽ അത് പ്രവർജ്യ അഥവാ സന്യാസ യോഗമാണോ? അടുത്ത ഒരു ചോദ്യം ഉണ്ട് അതിൻ്റെ താഴെ തന്നെ. പ്രവർജ്യ യോഗം അഥവാ സന്യാസ യോഗമുള്ളവർ എന്ത് തൊഴിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്? അപ്പോൾ ഈ ചോദ്യങ്ങളെക്കുറിച്ച്, സന്യാസ യോഗത്തെക്കുറിച്ച് പറഞ്ഞു. പലപ്പോഴും ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ സ്ഥിരം കാണുന്ന ഒരു പല്ലവിയാണ്, കേൾക്കുന്ന പല്ലവിയാണ്, സന്യാസ യോഗമുണ്ട്, പ്രവർജ്യ യോഗമുണ്ട്, അതുകൊണ്ട് കല്യാണം കഴിക്കണ്ട നീ എന്ന് ചിലരോട് പറഞ്ഞു വിട്ടിരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് സന്യാസത്തെക്കുറിച്ചും പാരമാർത്ഥിക തലത്തെക്കുറിച്ചും അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാത്തതിനാലാണ് പറയുന്നത്. ജ്യോതിഷം എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ, പ്രായോഗിക ജീവിതത്തിൻ്റെ ഭദ്രതയാണ് 99% കണക്കാക്കുന്നത്. ഇപ്പോൾ പ്രായോഗിക ജീവിതത്തിൻ്റെ, ഈ കാണപ്പെടുന്ന ജീവിതത്തിനെ എങ്ങനെ പരിപുഷ്ടമാക്കാം എന്നുള്ളതിന് വേണ്ടുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. എന്നാൽ ശാസ്ത്രം എന്നുള്ള വാക്ക് ആദ്യമായിട്ടുണ്ടായിരിക്കുന്നത് വേദാന്തത്തിനാണ്. സംസ്കൃത പദമാണ് ശാസ്ത്രം എന്നത്. വേദാന്തത്തിനാണ് വേദാന്ത ശാസ്ത്രം എന്നാണ് അത് പറയുന്നത്. എന്നാൽ ജ്യോതിഷം പ്രായോഗിക ജീവിത ഭദ്രതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരംശം ആത്മീയതയിലേക്ക് വിരൽ ചൂണ്ടുന്നത് കൊണ്ടാണ് പരാവിദ്യയെയും അപരാവിദ്യയെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്, ഒരു കാര്യമാണ്, ഒരു വിദ്യയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ വേദാംഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പോവുകയാണെങ്കിൽ സബ്ജക്റ്റ് അങ്ങനെ അങ്ങ് മാറിപ്പോകും. നമുക്കിതിലേക്ക് വരാം. അങ്ങനെ മൂന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിന്നാൽ സന്യാസ യോഗം എന്ന് പറയുമ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ പ്രശ്നമോ, അല്ലെങ്കിൽ ചിലർ പറയും വഴി വിട്ടിങ്ങനെ റോഡ് നീളം ഭിക്ഷാന്തേഹിയായിട്ട് നടക്കും എന്നൊന്നും അല്ല. പിന്നെ ചില കാര്യങ്ങൾ കൊണ്ട് ഭിക്ഷയൊക്കെ എടുത്ത് നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് നമ്മൾ കേമദ്രുമ യോഗത്തെക്കുറിച്ച് ചിന്തിക്കണം. ചിലപ്പോൾ അവർ കാവ്യ എടുത്ത് നടന്നും കുറി തൊട്ട് നടന്നും ഒക്കെ ഇരിക്കും. അതിനെ കണ്ടിട്ട് സന്യാസ യോഗമാണെന്നൊന്നും പറയാൻ പാടില്ല. പിന്നെ മറ്റൊന്ന്, ചൊവ്വയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഗ്രഹനിലയിൽ ചൊവ്വയും കേതുവും ഒക്കെ പ്രശ്നത്തിലാണെങ്കിൽ ദേശാടനം നടത്തി ഇങ്ങനെ അനാഥനെ പോലെ അലഞ്ഞു നടക്കുന്ന ഒരു രീതിയൊക്കെ ചിലർക്ക് വരാറുണ്ട്. അതൊന്നും കണ്ടിട്ട് അതൊക്കെ സന്യാസമാണെന്നോ സന്യാസ യോഗമാണെന്നോ പറയുന്നത്. ജ്ഞാനമാണ് സന്യാസ ലക്ഷണം എന്നുണ്ട്. എന്ന് വെച്ചാൽ അത് പരമാത്മ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ബാഹ്യ വിഷയങ്ങളിലെ നോളജ് അല്ല, ഇന്ദ്രിയാധിഷ്ഠിതമല്ലാത്ത അറിവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രവർജ്യ യോഗം എന്ന് പറഞ്ഞു നമ്മൾ ബോധത്തിന്റെ സാധാരണ തലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് സൂക്ഷ്മമായിട്ട് വരും. സാധാരണയ്ക്കപ്പുറമുള്ള ആശയങ്ങൾ കേൾക്കുക, വസ്തുനിഷ്ഠമായ ആശയങ്ങൾക്കപ്പുറത്തേക്ക് പോകുമെന്നാണ് പറയേണ്ടത്. എല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരും കേൾക്കാൻ കൊതിക്കുന്നതും എപ്പോഴും എവിടെയും നടക്കുന്നത് വസ്തുനിഷ്ഠമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഭാഷണങ്ങളും എല്ലാമാണ്. അപ്പോൾ വസ്തുനിഷ്ഠതയ്ക്കും അപ്പുറമുള്ള ഓരോ വിഷയത്തിനും, കാണപ്പെടുന്നതിനും കേൾക്കുന്നതിനും അപ്പുറമുള്ള ആശയങ്ങളിലേക്ക്, ഓരോ വിഷയത്തിൻ്റെയും പിന്നാമ്പുറങ്ങളിലെ ദർശനങ്ങളെക്കുറിച്ച് പറയുന്നതാണ് അതിലും പ്രധാനം. ഈ പ്രവർജ്യ യോഗമുള്ളവർക്ക് മിക്കവാറും സാധാരണയിൽ കവിഞ്ഞ സൂക്ഷ്മതയിലേക്ക് പോകുന്ന മനസ്സുണ്ടാവാൻ സാധ്യതയുണ്ട്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് അതിനനുയോജ്യമായ ഇണയെ അല്ല കണ്ടെത്തി കൊടുക്കുന്നതെങ്കിൽ ആ വിവാഹ ബന്ധം വേണ്ട. അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ, യുവതികൾ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് അവർ കൊടുക്കുന്ന ഒരു നിർവചനം, സ്വയം കൊടുക്കുന്ന നിർവചനം, എനിക്ക് ലൈംഗികതയോ അല്ലെങ്കിൽ ഒരു പുരുഷനോടൊപ്പം താമസിക്കലോ ഇഷ്ടമല്ല എന്നൊക്കെ ആയിരിക്കും. യഥാർത്ഥത്തിൽ അവിടെ വരുന്നത് അവർ അങ്ങനെ ഒരു ആശയത്തിൽ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുകയാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യോഗമുള്ളതിനാൽ വിവാഹം നിഷിദ്ധമാണെന്നോ അത് ശരിയാവുകയില്ലെന്നോ ഒക്കെ പറഞ്ഞു കൊടുത്ത് കാണാം. അത് എല്ലാവരും അങ്ങനെ ചെയ്യുമെന്നല്ല പറഞ്ഞു. ഒരു പക്ഷെ അങ്ങനെയുള്ള തെറ്റായ നിർവചനങ്ങളും ഈ മേഖലകളിൽ നടക്കുന്നു. അപ്പോൾ അവരവരുടെ വേവ് ലെങ്ത് അനുസരിച്ചുള്ള തരംഗ ദൈർഘ്യത്തിനനുസരിച്ച് ആളുകളെ കണ്ടെത്തി വിവാഹം കഴിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതല്ല. ബൗദ്ധിക തലത്തിലോ ചിന്താപരമായിട്ടോ ദാർശനിക തലത്തിലോ ഔന്നത്യമുള്ള വ്യക്തികൾ അതിനെ പറ്റിയ ആളുകളോട് മാത്രമേ ലൈംഗികമായ അഭിനിവേശം ഉണ്ടാവുകയുള്ളൂ എന്നൊരു സത്യമുണ്ട്. അതുകൊണ്ടാണല്ലോ യാജ്ഞവൽക്യ മഹർഷിയെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിനോട് ഏറ്റവും മഹത്തായ പരമാത്മജ്ഞാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യമാരായ ഗാർഗിയും മൈത്രേയിയുമാണ്. അപ്പോൾ അതുപോലെ എന്ന് വെച്ചാൽ ബോധത്തിന്റെ അനന്തതയിലേക്ക് പോകുന്ന ചോദ്യങ്ങളും ചിന്തകളും വരാൻ സാധ്യതയുള്ള ആണും പെണ്ണും അവർക്ക് പറ്റിയ ഇണയെ കണ്ടെത്തേണ്ടത് അതേപോലെയുള്ള ഒരു മസ്തിഷ്കമുള്ള
ചിന്താധാരകളുള്ള, ദാർശനിക തലങ്ങളുള്ള, ബൗദ്ധികതയുള്ള ആളുകളെ ആയിരിക്കണം. ഈ പ്രവർജ്യ യോഗമുള്ളവർക്ക് ബുധൻ ശക്തവും കൂടിയാണെങ്കിൽ അവർക്ക് ബുദ്ധിയുടെ തലത്തിൽ ചിലപ്പോൾ ബുദ്ധിയുടെ തലത്തിൽ മാത്രമാകാം. ബുധനോടൊപ്പം ശനിയോ അല്ലെങ്കിൽ ശനിയും കേതുവും കൂടിയോ കൂടുതൽ ശക്തമായിട്ടൊക്കെ വരുന്നെങ്കിൽ അവർക്ക് ദാർശനിക തലത്തിലുള്ള കാര്യങ്ങളിലായിരിക്കാം കൂടുതൽ ശ്രദ്ധ പോകുന്നത്. ചിലർക്ക് തൊഴിലധിഷ്ഠിതമായ സൂക്ഷ്മതയിലേക്കും പോകാറുണ്ട്. അവർക്ക് അവിടെ ലൈംഗികതയൊന്നും ചിന്തിക്കാനേ സമയം കിട്ടിയില്ല. അതിന് താഴെ മാത്രം ബുദ്ധിപരമായ കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് ചിന്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു ഇറോട്ടിക് സെൻസേഷൻ ഉണ്ട്, ഒരു രതിമൂർച്ച പോലെ ഒരു സുഖമുണ്ട്, തലച്ചോറിനുണ്ടാകും. അവർക്ക് അത് തന്നെയാണ് വേണ്ടത്. അതിന്റെ ഒരു ഭാഗമായി അവർ ലൈംഗികതയെ അല്ലെങ്കിൽ രതിയെ എന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ ബന്ധത്തെ അല്ലെങ്കിൽ ലൈംഗിക ജീവിതത്തെ മുന്നോട്ട് നോക്കി കണ്ട് രസിച്ചു പോകും, അതിൽ ലയിച്ചു പോകുന്നതായിട്ട് കാണാം. എന്നാൽ മറ്റു പലരും അങ്ങനെ ആവണമെന്നില്ല. ഓരോരുത്തർക്ക് അങ്ങനെയാ. ചിലർക്ക് അങ്ങനെ ദാർശനിക തലത്തിലായിരിക്കും, അവർക്ക് അസാധാരണമായ തലത്തിലേക്ക് ഇനി എന്ത് എന്നുള്ളതായിരിക്കും. കാണപ്പെടുന്നതിനൊക്കെ അപ്പുറമുള്ള വിഷയം, വസ്തുക്കൾ കൊണ്ട് വിശദീകരിക്കാനാവാത്ത വിഷയം, ഉദാഹരണങ്ങൾ തോറ്റുപോകുന്നതായ സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന വിഷയം, ഇതെല്ലാം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാനും അത്തരം കാര്യങ്ങൾ വ്യവച്ഛേദിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും അവർക്കിഷ്ടം. അതിന് പറ്റിയ ഇണ അല്ലെങ്കിൽ അവർക്ക് ലൈംഗിക മോഹം അങ്ങനെയുള്ളവരോട് ഉണ്ടാവണമെന്നില്ല, അത്ര ഇണയോടെ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇത് കിട്ടാതെ വരുമ്പോൾ, അങ്ങനെ വരാത്ത പക്ഷം അവർക്ക് കിട്ടിയതോ അങ്ങനെ അല്ലാത്തതാണെങ്കിൽ അവർ പറയും എനിക്ക് ഇത്തരം കാര്യങ്ങൾ താല്പര്യമില്ല, ഇതിനാൽ ഒഴിയുകയാണെന്ന് പറയുകയും പിന്നെ എപ്പോഴോ വർഷങ്ങൾക്ക് ശേഷം അതേ തരംഗ ദൈർഘ്യമുള്ള ഏതെങ്കിലും ഒരാളിനെ കണ്ടെത്തുമ്പോൾ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ കൂട്ടിയതായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. ഒരുപാട് സംഭവങ്ങളുണ്ട്. അവർക്ക് ഇനി ഒരിക്കലും വിവാഹം വേണ്ട, ഇനി ഒരിക്കലും താല്പര്യമില്ല എന്ന് കല്യാണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ തന്നെയോ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ഒഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുകയോ അല്ലെങ്കിൽ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുകയോ, എന്ന് വെച്ചാൽ ഇണയെ കൂടാതെ, ഒറ്റയ്ക്ക് വെച്ചാൽ മറ്റുള്ളവരില്ല എന്നല്ല, ഇണയെ കൂടാതെ ജീവിക്കുകയോ ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഇതേ തരംഗ ദൈർഘ്യമുള്ള ഒരാളിനെ, വേവ് ലെങ്ത് ഉള്ള ഒരാളിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് അവരോട് ഇണയാകാനുള്ള മോഹം വരികയും കല്യാണം നടക്കുകയും കൂടെ കൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടൊക്കെ ഗ്രഹനിലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വളരെ പരമാത്മജ്ഞാനിയും അതേസമയത്ത് ജ്യോതിഷവും കൂടി അറിയുന്ന ഒരു ആചാര്യനെ കണ്ടിട്ടാണ് നമ്മൾ അവിടെ കാര്യങ്ങൾ പറയേണ്ടത്. അല്ലെങ്കിൽ പ്രവർജ്യ യോഗം, ആ യോഗം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വളരെ വേഗം പറഞ്ഞുവിടും. ആ ആശയത്തിൽ കുടുങ്ങി ജീവിതത്തിന്റെ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെടും. അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സന്യാസ യോഗക്കാർക്ക് ജോലി എന്ന് പറയുന്നത് ഇല്ലാന്നൊന്നുമല്ല. ഇപ്പോഴും ഈ അടുത്ത സമയത്ത് ഉത്തര കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്നാന്ന് തോന്നുന്നു ഒരു യുവാവ് എന്നോട് വിളിച്ചിരിക്കുന്നു. ജ്യോതിഷം നോക്കാനല്ല, അല്ലാതെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് സന്തോഷപ്പെട്ട് വിളിച്ചിട്ടുണ്ട്. അയാൾ ഒരുപാട് സൂക്ഷ്മമായിട്ടാണ് സംസാരിക്കുന്നത്. രസകരമായ സംഭവം അതല്ല, അയാൾ ചെയ്യുന്ന പ്രവൃത്തി മെക്കാനിക് എന്നോ മറ്റോ പറഞ്ഞിരിക്കുന്നു. അയാൾ കൂടുതൽ സൂക്ഷ്മമായിട്ടാണ് ചിന്തിക്കുന്നത്. സാധാരണ ഒരു ബുദ്ധിമാനോ ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ അധ്യാപകനോ IAS ഒന്നും ഉണ്ടാവണമെന്നില്ല ബോധം. പക്ഷെ അയാൾ ചെയ്യുന്നത് വണ്ടിപ്പണിയോ മറ്റോ ആണ്. അത് ചെയ്യുമ്പോഴും അതാണ് അയാളുടെ പൂർവ്വജന്മ വൈഭവം കൂടിയാണ്. അപ്പൊ പൂർവ്വജന്മത്തിൽ ഒത്തിരി കാര്യങ്ങൾ പോയിട്ട് വന്നിരിക്കുക, ബോധാതീതത്തിലേക്കുള്ള വഴി വന്നിരിക്കുക. അത്രയും ദാർശനിക തലത്തിൽ സംസാരിക്കുന്നവരിലേക്കേ ശ്രദ്ധ വരൂ. അതുകൊണ്ട് അയാൾ എന്നെ വിളിച്ചിരിക്കുക, കഷ്ടപ്പെട്ട് വിളിച്ചാൽ കിട്ടുമെന്ന് അറിയില്ല, വിളിച്ചിട്ടും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ച് സംസാരിച്ചത്. എന്ന് വെച്ചാൽ അതാണ് ദാർശനിക ബുദ്ധി ഉണർന്നവര്. അവർക്ക് അങ്ങനെ തന്നെ. അപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോ പഠിച്ച കോഴ്സുകളോ ജനിച്ച സ്ഥലമോ മാതാപിതാക്കളുടെ ഗുണമോ ജാതിയോ മതമോ വർണ്ണ വ്യത്യാസമോ അറിവോ ഇതുവരെ ഉണ്ടാകിയിരിക്കുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്നുവെച്ചാൽ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന നോളജോ ഒന്നുമല്ല അവരെ നയിക്കുന്നത്. ഇതെല്ലാം തന്നെയും ഈ സന്യാസയോഗവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. പിന്നെ സാമ്പ്രദായിക സന്യാസവും ഉണ്ട്, വിദ്വൽ സന്യാസം ഉണ്ട്. വിദ്വൽ സന്യാസം, വിവിധിഷ സന്യാസം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താണോ ഞാൻ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അടിസ്ഥാനം എന്താണോ അതിനെക്കുറിച്ച് അറിയാനുള്ള ആ പൂർണ്ണതാബോധത്തിലേക്കുള്ള യാത്രയ്ക്ക് ഇതുവരെ എനിക്കത് അറിയാൻ സാധിക്കാഞ്ഞതിനാൽ ഞാൻ ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി അതിനുവേണ്ടി കാവ്യം ഉടുക്കുക, ജീവിതശൈലി മാറ്റുക, ഇതിനെ സാമ്പ്രദായിക സന്യാസം എന്ന് പറയും. എന്നാൽ വിദ്വൽ സന്യാസി എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിരിക്കുന്ന ആളാ. അയാൾക്ക് ചിലപ്പോൾ കാവ്യം വേണമെന്നില്ല, അയാൾ സാധാരണ ജീവിതം നയിക്കുന്ന ആളാവാം, ദമ്പതികളായി ജീവിക്കുന്നവരാകാം, ഗൃഹസ്ഥാശ്രമധർമ്മി ആയിരിക്കും, അതെല്ലാം നിർവഹിച്ചു പോകുന്നവർ. അവരും ജ്ഞാനി തന്നെ. അയാൾ സദ്യോമുക്തനായിരിക്കും അല്ലെങ്കിൽ സദ്യോമുക്തയായിരിക്കും. സ്ത്രീകളിൽ നിന്ന് അത് കൂടുതൽ പ്രതീക്ഷിക്കാൻ ഇന്ന് കഴിയുന്നില്ല. അത്തരം പുരുഷന്മാരെ നമുക്ക് ധാരാളം കാണാൻ, പലപ്പോഴും ധാരാളമല്ല പലയിടത്തും കാണാം. അതിലേക്ക് വാസനയുള്ളവർ, അതിന്റെ പകുതി വഴിയിലെത്തി നിൽക്കുന്നവർ, കൂടുതൽ സൂക്ഷ്മതയിലേക്ക് പോകുന്നവർ, ബ്രഹ്മകർമ്മ സമാധിയെക്കുറിച്ച് അറിഞ്ഞും അറിയാതെയും
വളഞ്ഞും തിരിഞ്ഞും എന്താണ് ചോദിക്കുന്നത് പോലും വ്യക്തമാകാതെ ചോദിക്കുകയും അതൊക്കെ ചെയ്യുന്നതെല്ലാം ചിലരൊക്കെ ബ്രഹ്മകർമ്മ സമാധിയെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെയും ഈ തലത്തിൽ വരുന്നവരാണ്. എന്നും പറഞ്ഞ് എല്ലാവർക്കും മൂന്നിൽ കൂടുതലോ 4, 5 ഒക്കെ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുന്നവരാകണമെന്നും ഇല്ല. അതിന് പകരമുണ്ട്. അപ്പൊ പ്രവർജ്യ യോഗത്തെ കുറിച്ച് പരിവ്രാജകനായി നടക്കുമെന്ന് പറയുമ്പോൾ പരിവ്രാജകത്വം എപ്പോഴൊക്കെയാണ് വരുന്നത്? പരിവ്രാജകൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം വിഘടിച്ചാൽ എന്താണ് അർത്ഥം വരുന്നത്? അപ്പൊ നമ്മൾ നിരുക്തത്തിലേക്കും ഒക്കെ പോകേണ്ടി വരും. അതൊക്കെ നമുക്ക് പിന്നീടാകാം. അതുകൊണ്ട് ഓർക്കുക, അതൊക്കെ നമുക്ക് നന്നായിട്ട് ആ വിഷയങ്ങളിലേക്ക് കടന്ന് സംസാരിക്കാൻ ഇനിയും അവസരമുണ്ട്. ഇനിയും നമുക്ക് കാണാം. ഇപ്പോൾ സന്യാസ യോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളൊന്നും വേണ്ട. നിങ്ങൾക്ക് അഭിനിവേശമുള്ള മേഖലകൾ കണ്ടെത്തി അതിലേക്ക് പോകാൻ വേണ്ടി സന്യാസ യോഗം ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണെന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുക. വിവാഹ ജീവിതത്തെക്കുറിച്ചും സംശയം വേണ്ട, ജോലിയെക്കുറിച്ച് സംശയം വേണ്ട. നിങ്ങൾക്ക് ആ കർമ്മഭാവം 10ാം ഭാവം നോക്കിക്കൊണ്ട് ജോലിയെ കണ്ടെത്തി കൃത്യമായി ജീവിക്കാൻ ഒക്കുന്നതാണ്. അതിനെക്കുറിച്ച് ആശങ്കയെ വേണ്ടതില്ല.